ഹലോ. കുറെ ആൾക്കാർ എൻ്റെ ലാസ്റ്റ് റീല് കണ്ടിട്ട് എന്നെ ഫോൺ വിളിക്കുകയും അതുപോലെ ടെക്സ്റ്റ് ചെയ്തൊക്കെ ചോദിക്കുന്നുണ്ട്. ഇങ്ങനെ ഗൺ ഷോട്ട് ചെയ്ത് കഴിഞ്ഞാൽ കാട്ടിലേക്ക് ഷാറ്ററായി പോകത്തില്ലേ, ഭയങ്കര ഇൻഫെക്ഷൻ ആവത്തില്ലേ, ചെവി ഓപ്പറേഷൻ ചെയ്യേണ്ടി വരത്തില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി ആൾക്കാർ എനിക്ക് ടെക്സ്റ്റ് ചെയ്യുന്നുണ്ട്, എന്നെ വിളിച്ചൊക്കെ ചോദിക്കുന്നുണ്ട്. ഉള്ളത് പറയാലോ, എന്റെ മമ്മി ഒരു ജ്വല്ലറി പോയ സമയത്ത് ഞാൻ ഇവിടെ കയറി പോയി. ഒബ്വിയസ്ലി ഐ ഹാഡ് പ്ലാൻസ് ടു ഗെറ്റ് ദ പിയേഴ്സിംഗ് ഫോർ എ വെരി ലോങ് ടൈം. പക്ഷെ അന്ന് ഞാനതൊന്നും പ്ലാൻ ചെയ്തില്ല. അവിടെ പോയി എനിക്ക് രണ്ട് കമ്പനി ഇഷ്ടപ്പെട്ടു. ഐ വാണ്ടഡ് ടു വെയർ ദം, സോ ഐ ഗോട്ട് ഇറ്റ് പിയേഴ്സ്ഡ്. ഇതാണ് സംഭവിച്ചത്. ആൻഡ് ദെൻ ഐ കെയിം ബാക്ക് ഹോം. ഞാൻ വന്നിട്ട് സെർച്ച് ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്കാണ് ഈ ഹൊറർ സ്റ്റോറീസ് ഒക്കെ കാണാൻ വേണ്ടി തുടങ്ങിയത്. അതോടെ ഞാനും ഭയങ്കര പാനിക്കായി. ഞാൻ വിചാരിച്ചു അയ്യോ തീർന്നു, എന്റെ കാട്ടിൽ പോയി ചെവി ഇപ്പൊ തൂങ്ങുമ്പോ എന്റെ അമ്മ, ഞാൻ ഭയങ്കരമായിട്ട് പേടിച്ചു പോയി. ആൻഡ് ദെൻ ഞാൻ വേറെ കുറെ റിവ്യൂസും കുറെ പ്ലാറ്റ്ഫോംസിലൊക്കെ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് എവരി വൺ സേസ് ദാറ്റ് നീഡിൽ ഇസ് സേഫ്. പക്ഷെ നീഡിൽസ് വെച്ചിട്ടും പ്രശ്നം വരുന്ന ആൾക്കാരുണ്ട്. ഒബ്വിയസ്ലി ആ കാട്ടിലെ ചാറ്ററിംഗ് ഒന്നും അല്ലാന്ന് തോന്നുന്നു, പക്ഷെ പ്രശ്നം ആകുന്ന ആൾക്കാരുണ്ട്. അതുപോലെ ഗൺ ഷോട്ട് ചെയ്യുമ്പോൾ ചാൻസസ് ആർ മോർ ദാറ്റ് ദർ വിൽ ബി കോംപ്ലിക്കേഷൻസ്. അതുപോലെ തന്നെ ഒരു പ്രശ്നം ഇല്ലാത്ത ആൾക്കാരുണ്ട്. അപ്പൊ ദെൻ ഐ പ്രേഡ് അയ്യോ എനിക്ക് പ്രശ്നമൊന്നും ഉണ്ടാവരുത് എന്നുള്ളത്. സോ ഞാനത് അറിയാതെ പോയി ചെയ്തതാണ്. നിങ്ങളിപ്പം പ്ലാനിങ് ടു ഗെറ്റ് ദ പിയേഴ്സിംഗ്സ്, ദെൻ കൺസൾട്ട് സമ്മൺ ആൻഡ് ഡു ഇറ്റ്. ഇമ്പൾസീവ് ആയിട്ടൊന്നും പോയി ചെയ്യരുത്. ഞാൻ ചെയ്തത് കണ്ടിട്ട് ഒരിക്കലും ചെയ്യരുത്. എനിക്കറിയില്ല. സോ ഫാർ ഫോർ മീ ഇറ്റ്സ് ഓക്കെ. എനിക്ക് ഒരു പ്രശ്നമില്ല കേട്ടോ. എനിക്ക് അൺലെസ് ഇതിനകത്ത് ആരെങ്കിലും എന്തെങ്കിലും കൊളുത്തി വലിച്ചാലല്ലാതെ എനിക്ക് കൊളുത്തി വലിക്കുമ്പോഴത്തേക്ക് കുറച്ച് സമയത്തേക്ക് ഒരു ഇൻഫ്ലമേഷൻ, ഒരു ചെറിയ തടിപ്പ് ഇവിടെ ഉണ്ടാവും. അത് എനിക്കൊന്നും ബാക്കി കമ്പനികളിലും ഉണ്ടാവാറുണ്ട്. കാട്ടിലെ ചാണ്ട് കുറച്ച് കൂടുതലുണ്ടാവും. അത് മാത്രമേ ഉള്ളൂ എനിക്ക് ഉള്ളൊരു പ്രോബ്ലം. പിന്നെ ഈ ഒരു അപ്പർ ഹെലിക്സിന് ചെറിയൊരു ക്രസ്റ്റിംഗ് ഉണ്ട്. അത് നോർമൽ പഞ്ച് വൂണ്ടിന്റെ അവിടെ നിന്ന് വരുന്ന ക്രസ്റ്റിംഗ് ആണ്. ആക്ച്വലി ഞാൻ ഈ ലോബ് ചെയ്തപ്പോഴേ, അപ്പർ ലോബ് ചെയ്തപ്പോൾ ദിസ് ഇസ് ആക്ച്വലി നോട്ട് കാർട്ടിലേജ്. ഭയങ്കര ഇൻഫെക്ഷൻ ആയിരുന്നു എനിക്ക്. ബിക്കോസ് ഐ യൂസ് ടു ഫ്രീക്വൻലി ടച്ച് ഇറ്റ്. ഇപ്പൊ നമ്മുടെ കയ്യിൽ ഇങ്ങനെ പല അഴുക്ക് സ്ഥലത്തൊക്കെ നമ്മൾ തൊട്ടിട്ടായിരിക്കും നമ്മുടെ ചെവിയിലൊക്കെ തോന്നുന്നത്. അപ്പം അത് പെട്ടെന്ന് ട്രാൻസ്ഫർ ചെയ്യും. സോ ആ ഒരു ഓർമ്മയുള്ളത് കൊണ്ട് തന്നെ ഐ ലെഫ്റ്റ് ദീസ് ഇയറിംഗ്സ് അൺടച്ച്ഡ്. കുറച്ച് ദിവസത്തേക്ക് കുളിക്കുക പോലും ചെയ്തില്ല തല. അപ്പൊ അതുപോലെ ഞാനത് വെറുതെ വിട്ടു. ഉറങ്ങുമ്പോഴൊക്കെ വളരെ സൂക്ഷിച്ച് കിടന്നിട്ടാണ് ഉറങ്ങിയത്. ഓൾമോസ്റ്റ് 40+ ഡേയ്സ് ആയി ഞാൻ ഈ പിയേഴ്സിംഗ് കിട്ടി ഞാൻ ചെയ്തിട്ട്. സോ ഫാർ ഒരു പ്രശ്നമില്ല. പക്ഷേ ഇങ്ങനെ നമ്മൾ പഞ്ച് കൊണ്ടാണെങ്കിലും നീഡിൽ കൊണ്ടാണെങ്കിലും കാർട്ടിലേജസ് ഓരോരുത്തരുടെ ബോഡി ടൈപ്പ് ഒക്കെ വെച്ചിട്ട് ചില ആൾക്കാർക്ക് നല്ല കീലോയിഡ് വരാൻ സാധ്യത കൂടുതലുള്ള കൈൻഡ് ഓഫ് ബോഡി ആയിരിക്കും. അപ്പൊ അവർക്ക് കീലോയിഡ് ഇഷ്യൂസ് വരും, അല്ലെങ്കിൽ ഇങ്ങനെ അത് ഫുൾ കവേർഡ് അപ്പ് ആയി പോകും, നമ്മുടെ ആണിയൊക്കെ കവേർഡ് ആയി പോകും. അപ്പൊ ഞാൻ 40+ ഡേയ്സ് ആയി. പക്ഷേ ഈ കാർട്ടിലേജ് വൂണ്ട് ഒന്ന് പ്രോപ്പറായിട്ട് ഹീൽ ആവാൻ വേണ്ടിയിട്ട് ഒരു 1 ഇയർ എടുക്കും എന്നൊക്കെയാണ് ഞാൻ വായിച്ചപ്പോൾ മനസ്സിലാക്കിയത്. ലൈക്ക് ഒരു 1 മന്ത് കഴിയുമ്പോൾ ഇച്ചിരിയൊക്കെ സേഫ് ആവും. പിന്നെ ഒരു 3 മന്ത്സ് വരെ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഉണ്ടാവും. 6 മന്ത്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് സേഫ് ആണ്. ഒരു 1 ഇയർ കഴിയുമ്പം ഇറ്റ് വിൽ ഗെറ്റ് ഹീൽഡ്. ബട്ട് കുറെ ആൾക്കാർ ഞാൻ എക്സ്പീരിയൻസ് ഒക്കെ വായിച്ചപ്പോഴത്തേക്ക് വാട്ട് ഐ അണ്ടർസ്റ്റുഡ് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇത് ഫ്ലെയർ അപ്പ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ചിലപ്പോൾ ഇത് പിടിച്ചിങ്ങനെ വലിക്കുമ്പോഴായിരിക്കും, നമ്മളിപ്പോ കുറെ വർഷം കഴിച്ച് വലിക്കുമ്പോഴത്തേക്കൊക്കെ പ്രശ്നമായി ആകുന്ന ആൾക്കാരുണ്ട് കേട്ടോ. സോ എനിക്ക് ഇതുവരെ പ്രശ്നമില്ല. പക്ഷെ നിങ്ങൾ ഇത് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുകയാണെങ്കിൽ ഓൾവേസ് കൺസൾട്ട് സമ്മൺ ഹു ഇസ് പ്രൊഫഷണൽ. സേഫ് ആയിട്ടുള്ള സാഹചര്യങ്ങളിൽ ചെയ്യുക. എനിക്ക് ഇതുവരെ പ്രശ്നമില്ല. സോ